കുട്ടികൾ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യുന്നത് പോസിറ്റീവായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികൾ പോകുന്നത് പ്രധാനമായിട്ടും. അപ്പോൾ അങ്ങനെ പോകണമെങ്കിൽ അവർക്കതിനുള്ളൊരു അഫോർഡബിലിറ്റി ഉണ്ട്. അതിനർത്ഥം ആ ലെവലിലൊരു പ്രോസ്പെറിറ്റി കേരള എക്കോണമിയിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ കുട്ടികൾ തന്നെ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ലോൺ കിട്ടിയെന്ന് വരും. കുട്ടികൾക്ക് പോയി ലോൺ എടുക്കാൻ പറ്റിയില്ല, ചിലപ്പോൾ പാരൻസ് പോയാൽ ലോൺ കിട്ടിയെന്ന് വരും. അതിനർത്ഥം കുട്ടികളെല്ലാവരും പോകണമെന്നല്ലല്ലോ. പക്ഷേ അതിന് നമ്മൾ എന്താ പറയുക, ഒരു നെഗറ്റീവായിട്ട് കാണുന്നതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. പക്ഷെ അപ്പോഴും താങ്കൾ പറഞ്ഞ ഒരു വിഷയമുണ്ട്. കുട്ടികൾ അവിടെ പോയിട്ട് നമ്മൾ ഈ ഐവി ലീഗ് പോലുള്ള സ്ഥാപനങ്ങളിലല്ലല്ലോ എത്തിപ്പെടുന്നത് സാധാരണ. അത് നമ്മൾ കുറേ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം കുറച്ച് ചിലപ്പോൾ ഫീസ് കുറവായിരിക്കും ഏതൊക്കെ ഒരു സ്ഥാപനത്തിൽ. അപ്പോൾ കുട്ടികൾ അറിയാതെ അവിടെ പോയി അപ്ലൈ ചെയ്യും, അവിടെ എത്തിപ്പെടും. അത് ആ അർത്ഥത്തിൽ വലിയ കോമ്പറ്റീറ്റീവ് ആവാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നല്ലൊരു ശതമാനം കുട്ടികളും തിരിച്ചു വരുന്നുണ്ട്. കുറേ കുട്ടികൾ അവിടെ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ ചൈന എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ചൈനീസ് കുട്ടികൾ കണ്ടമാനം ഇംഗ്ലണ്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ കുട്ടികൾ ചൈനയിൽ നിന്ന് വിഡ്രോ ചെയ്തു. കാരണം അവർക്ക് മനസ്സിലായി ഓസ്ട്രേലിയയിലാണ് കുറച്ച് കുറഞ്ഞ ഫീസുള്ളത്. ഇപ്പോൾ കുട്ടികൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. പിന്നെ ചൈന തന്നെ ഒരു തീരുമാനം എടുത്തു, എന്തിനാണ് നിങ്ങൾ അങ്ങ് പുറത്തേക്ക് പോകുന്നത്, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഡെവലപ്പ് ചെയ്താൽ പോരെ. ചൈന ആ അർത്ഥത്തിൽ വളരെ ക്ലവറാണ്. കാരണം അവരപ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, ഈ പുറത്തുനിന്ന് വരുന്ന, പുറത്തു പോയി ജോലി ചെയ്ത് തിരിച്ചു വരുന്ന ആളുകൾ എന്ന് വെച്ചാൽ നമ്മളെ ഗൾഫിൽ പോയിട്ട് തിരിച്ചു വരുന്ന മലയാളികൾ, അവരുടെ സ്കിൽസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചൈന ആ അർത്ഥത്തിൽ അവരുടെ ഗ്രോത്ത് വളർത്താൻ ശ്രമിച്ചു. രണ്ടാമത്, ഈ കുട്ടികൾ ഇവിടെ തന്നെ പഠിക്കട്ടെ എന്ന രീതിയിൽ നമ്മൾ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത തലത്തിലേക്ക് ചൈനയിലുള്ള യൂണിവേഴ്സിറ്റീസ് അവരുടെ ഫെസിലിറ്റീസും വർദ്ധിപ്പിച്ചു. നമുക്ക് പറ്റുന്ന ഒരു കുഴപ്പം എന്ന് പറയുന്നത്, നമ്മൾ എണ്ണത്തിലാണ് പലപ്പോഴും കൂടുതൽ വിശ്വസിക്കുന്നത്. എന്നാൽ ഒരു യൂണിവേഴ്സിറ്റിയും കൂടെ ആവാം, അല്ലെങ്കിൽ ഒരു സെൻറ്ററും കൂടി ആവാം, അല്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ബൈഫർക്കേറ്റ് ചെയ്ത് ഒരു ഡീനെയും കൂടെ വെച്ച് കളയാം. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. മറിച്ച് ഉള്ള സ്ഥാപനത്തെ തന്നെ അങ്ങേയറ്റം കോമ്പറ്റീറ്റീവ് ആക്കാം. സെൻറ്റർ ഓഫ് എക്സലൻസുകൾ ഞാൻ മറന്നുപോയി. സെൻറ്റർ ഓഫ് എക്സലൻസുകൾ. പക്ഷേ സെൻറ്റർ ഓഫ് എക്സലൻസുകൾ ഈ സർക്കാർ കുറച്ച് നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. സെൻറ്റർ ഓഫ് എക്സലൻസ് നല്ല രീതിയിലാണ് വിഭാവനം ചെയ്തത്. പക്ഷേ കുറച്ച് മാത്രമേ നമുക്ക് പ്രാബല്യത്തിൽ വരുത്താൻ പറ്റിയുള്ളൂ. ആ സെൻറ്റർ ഓഫ് എക്സലൻസ് ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ കോമ്പറ്റീറ്റീവായിട്ട് മാറ്റുക. അതാണ് ചൈനയൊക്കെ ചെയ്യുന്നത്. സ്വന്തം സ്ഥാപനങ്ങൾ. അപ്പോൾ കുട്ടികൾ പുറത്തേക്ക് പോവില്ല. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ തന്നെയുള്ള ആ സോഷ്യൽ മെട്രിക്സ് ഉണ്ടല്ലോ, സോഷ്യൽ അറ്റ്മോസ്ഫിയർ, അതിലും കുറേ മാറ്റം വരാനുണ്ട്. കുട്ടികൾക്ക് ഇടപെടാനുള്ള സ്വാതന്ത്ര്യം വേണം. കുട്ടികൾക്ക് രാത്രി പുറത്തു പോയി സംസാരിക്കാനും അവർക്ക് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യം കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. കാരണം അതൊരു ഇൻ്റലക്ച്വൽ പ്രോസസ്സാണ്. ആ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇൻ്റലക്ച്വൽ പ്രോസസ്സ്. ആ പ്രോസസ്സിലൂടെയാണ് കുട്ടികൾ കുറേ കൂടെ കോമ്പറ്റീറ്റീവ് ആവുകയും കുട്ടികൾ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് ക്യാപ്ചർ ചെയ്യാൻ അവർക്ക് കഴിയുകയും അവരൊരു ഗ്ലോബൽ പ്രോപ്പർ സിറ്റിസണായിട്ട് മാറുകയും ചെയ്യുന്നത് ആ കോണ്ടസ്റ്റിലാണ്. അങ്ങനെ ഒരു സോഷ്യൽ എൻവയോൺമെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഈ പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷേ കേരളം ഈ അടുത്ത കാലത്ത് ആ അർത്ഥത്തിൽ കുറച്ച് മോശമാണ്, കുറച്ച് ഭീകരമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം വെസ്റ്റേൺ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത ചെയ്തു, അതൊരു എൻലൈറ്റൻഡ് സൊസൈറ്റിയാണ് പല രീതിയിലായാലും. അവിടെ ഒരു മൈഗ്രൻസിനെതിരെയുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. മൈഗ്രൻസിനെതിരെ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, റേസിസം ഉണ്ട്. റേസിസം ഞാൻ കേരളത്തിൽ കാസ്റ്റിസം അർത്ഥത്തിൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. യൂറോപ്പിൽ മറ്റു രീതിയിൽ അതൊക്കെ വളരെ സ്വാഭാവികമാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തിൻ്റെ ഈ സാധ്യത തിരിച്ചറിയാവുന്ന രീതിയിൽ നമ്മൾ റിസോഴ്സ് കുറേ കൂടെ ഭംഗിയായിട്ട് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, പുതിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക, ഒരു പബ്ലിക് സ്പിയർ. ആ പബ്ലിക് സ്പിയർ കേരളത്തിന് പുറത്തു പോയി കഴിഞ്ഞാൽ ഇല്ലല്ലോ. ഇറ്റ്സ് ഗെറ്റിംഗ് ഫ്രാഗ്മെൻറ്റഡ്. കമ്മ്യൂണൽ അറിയാലോ നമുക്ക്, ഭയങ്കര റിവൈവലിസം നടക്കുകയാണ്. അപ്പോൾ അത് ഇങ്ങനെ പകുത്തെടുത്തുകൊണ്ടിരിക്കുക. താങ്കൾക്കാണ് എന്നെക്കാളും നന്നായിട്ട് അയോധ്യ അറിയാവുന്നത്. ഈ അയോധ്യയുടെ ഇത്രയും കിലോമീറ്ററിനകത്ത് മാത്രമേ ഇപ്പോൾ ഇത് പാടുള്ളൂ എന്നുണ്ട്. ഏത് വെജിറ്റേറിയൻ ഫുഡ് പാടുള്ളൂ എന്നുണ്ട്. ഏത് സമയത്താണ് അടുത്ത 5 കിലോമീറ്റർ എൻക്ലോസ് ചെയ്യാൻ നമുക്കറിയില്ല. അപ്പോൾ ഈ ഹിന്ദുത്വ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ എൻക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പേസ് എൻക്ലോസ് ചെയ്ത് വരിക. ഭാഗ്യത്തിന് കേരളം അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. പക്ഷേ ഈ അടുത്ത കാലത്തെ ചില സംഭവങ്ങൾ ആ അർത്ഥത്തിൽ പോസിറ്റീവ് അല്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്.